മഞ്ചൂരിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിൽ കോടതിയലക്ഷ്യ കേസെടുക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി. ആരെല്ലാമാണ് പ്രതികളെന്ന് നാളെ അറിയിക്കണം. എവിടെ നിന്നാണ് ഇവർക്ക് ഇതിന് അധികാരം കിട്ടിയതെന്നും കോടതി ചോദിച്ചു. കാൽനടക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, രൂക്ഷമായിട്ടുള്ള വിമർശനം വീണ്ടും പേരെടുത്ത് തന്നെ സിപിഎമ്മിനെ വിമർശിച്ചിട്ടുണ്ടോ കോടതി? തീർച്ചയായും ഈ മഞ്ചൂരെ സിപിഎമ്മിന്റെ സമ്മേളനം, ഏരിയ സമ്മേളനം നടത്തിയ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശമുള്ളതാണ് പൊതുവഴി തടഞ്ഞുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനങ്ങളും അനുവദിക്കരുത്. പ്രത്യേകിച്ച് പൊതുനിരത്തുകളിലെ ഫ്ലക്സ് ബാനറുകൾ കെട്ടുന്നതിന് പോലും കടുത്ത നിയന്ത്രണമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കോടതിക്ക് മുന്നിലെത്തിയ ഈ പരാതിയിൽ അടിയന്തര ഇടപെടലുണ്ടാവുന്നത്. കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. കോടതി അലക്ഷ്യ നടപടി എന്ന് പറയുമ്പോൾ ഓൾറെഡി നിലവിൽ തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായും കോടതിയുടെ വിധി ലംഘനമാണ് നടന്നത് എന്ന കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് വഞ്ചൂരിലെ തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ ഒരു ഇടത്ത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് സിപിഎം പന്തല് കെട്ടി സമ്മേളനം നടത്തിയത്. പ്രത്യേകിച്ച് കോടതിക്ക് മുന്നിൽ തന്നെയായിരുന്നു ഇക്കാര്യം ഉണ്ടായതെന്നതിനെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്തായാലും സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ലെന്ന് 2023 ഉത്തരവ് തന്നെ നിലവിലുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ നടന്ന പരിപാടി, ആരൊക്കെ പങ്കെടുത്തു എന്ന ചോദ്യം കൂടി കോടതി ഉന്നയിക്കുന്നു. കോടതിയുടെ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ പരിപാടി നടത്തിയത്. അതായത് കൃത്യമായി പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് എന്ന കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പൊതുവിടങ്ങളിൽ ജനജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീക്കങ്ങൾ പാടില്ല എന്ന കാര്യം ഹൈക്കോടതി മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പൂർണ്ണമായും അതിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. ഞാൻ തിരികെ എത്താം. ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കമാൽ പാഷ, സ്വമേധയാ കോടതിയലക്ഷ്യ കേസെടുക്കേണ്ടി വരും എന്ന് കോടതി പറയുകയാണ്. വഞ്ചൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ സമ്മേളനം നടത്തുക, ഇതിനകത്ത് അത് കോടതിയുടെ മുന്നിൽ തന്നെ നടക്കുന്ന ഒരു വിഷയം. അങ്ങനെ ഒരു കോടതി അലക്ഷ്യ കേസിലേക്ക് കോടതി തന്നെ സ്വമേധയാ കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിക്കെതിരെ കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ വിലയിരുത്തേണ്ടത് ഇപ്പോൾ? ഇത് നേരത്തെ ഉള്ള ഒരു വിധിയാണ്. നമ്മുടെ ജസ്റ്റിസ്, എന്റെ ഓർമ്മ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ വിധിയാണ്. അപ്പൊ അത് അന്ന് വളരെ അധികം ഒരു വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റോഡുകളിലൊക്കെ ഈ മീറ്റിങ്ങുകൾ നടത്തുക, ആ മീറ്റിങ്ങുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ മീറ്റിങ്ങുകൾ നടത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം ആളുകളെ തടയുക എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ പോകാൻ ഒക്കത്തില്ല. ആ രീതിയാണ്. അപ്പം അതിന് ഉള്ള ഒരു ഏറ്റവും വലിയ അവസാനത്തെ അത് ഇടയ്ക്ക് ഇത് വളരെ കുറഞ്ഞായിരുന്നത് കാരണം. പക്ഷെ ഇപ്പൊ അത് വീണ്ടും വീണ്ടും കൂടി വരിക. ഇപ്പൊ കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് ഇപ്പൊ റോഡിന്റെ നടുക്കോട്ട് കൊണ്ടുവന്ന് സ്റ്റേജ് കെട്ടി അപ്പുറം ഇപ്പുറം വണ്ടികളെല്ലാം അങ്ങ് പോയി നിൽക്കുക. അവർക്ക് മാർഗമില്ല, യാത്ര ചെയ്യാൻ ഒരു മാർഗമില്ല. റൈറ്റ് ടു മൂവ് എന്ന് പറയുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ് ഫണ്ടമെന്റൽ ഫ്രീഡം ആർട്ടിക്കിൾ 19 അത് തടയാണ് ഇവിടെ. അപ്പൊ അതിന്റെ അങ്ങനെ പാടില്ല, അതിന് ആളുകളെ ഇങ്ങനെ തടയാൻ പാടില്ല എന്നുള്ള ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിയത് മാത്രമല്ല, ഒരു കൗൺസിലർ പറഞ്ഞത് ഞാൻ വായിച്ച് ഞാൻ ചിരിച്ചുപോയി. അത്രയും വലിയ വിവരമാണ്. ഒരു സ്ത്രീയാണ് അതാ പറഞ്ഞ എന്താണെന്നറിയോ, രാഷ്ട്രീയ പാർട്ടികളിൽ ഇങ്ങനെയൊക്കെ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പം കുറെ ബുദ്ധിമുട്ടൊക്കെ വരും, ആളൊക്കെ ഒത്തിരി തിരക്കും നടക്കാൻ വയ്യാതെയൊക്കെ വരും. അതിന് സ്വാഭാവികമാണെന്ന്. അത് അവരുടെ വീട്ടിൽ പോയിരുന്ന് ചെയ്യണം, അല്ലാതെ ഇവിടെ കണ്ടവന്റെ റോഡിൽ ഇരുന്നല്ല ചെയ്യേണ്ടത്. നട റോഡിൽ ഇരുന്ന് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടല്ല ഈ വർത്തമാനം പറയേണ്ടത്. ഇത് മാത്രമല്ല, കോടതി ഇത് നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നഗ്നമായ കോട്ടലക്ഷ്യമാണ്. അപ്പൊ ആ കോട്ടലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോലീസിന്റെ അടുത്ത് അനുവാദം ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയത് പോലീസ് അനുവാദം കൊടുത്തില്ല അവിടെ സ്റ്റേജ് കെട്ടാൻ. പക്ഷേ ഇവര് കെട്ടി. കാരണം അവരുടെ പോലീസാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പോലീസ് അല്ല ആര് പറഞ്ഞാലും ശരി, അവർ കെട്ടാനുള്ളത് കിട്ടും എന്നുള്ള ഒരു തന്നിഷ്ടത്തോടു കൂടി ഒരു കൺവേർഷൻ അതാണ് ഇവിടെ നടക്കുന്നത്. ആ രീതിയിലുള്ള അത്രത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കുന്ന ഇടപാടാണ് ഇവിടെ നടന്നത്. അത് കോൺട്രഡിക്ഷൻ ശരിയായ രീതിയിൽ കോൺട്രഡിക്ഷൻ നിൽക്കും. അതാണ് വേണ്ടത്, വരണം അങ്ങനെ. ഇതിനകത്ത് 50ഓളം പോലീസുകാരെയാണ് അന്ന് ഗതാഗതം നിയന്ത്രിക്കാനൊക്കെ നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് CPM-നെതിരെ മാത്രം കോടതിയലക്ഷ്യ നടപടി എടുത്ത് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ? DGP അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഇതൊരു സർക്കാർ അടക്കം, ആഭ്യന്തര വകുപ്പ് അടക്കമൊക്കെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? ഉണ്ട്, കേസെടുക്കേണ്ടതല്ലേ? ഈ കേരള പോലീസ് നോക്കൂത്തിയായിട്ട് മാറി നിൽക്കുകയല്ലേ? യവന്മാരുടെയൊക്കെ പേര് കേസെടുക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം റോഡ് തടസ്സപ്പെടുത്തിയതിന്. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ?
പൊതു നിരത്ത് തടസ്സപ്പെടുത്തുകയാണ്. അതിന് കേസെടുക്കണ്ടേ? അതിന് പകരം അവിടെ നിന്ന് അവർക്ക് വേണ്ട ഒത്താശ ചെയ്യാനായിട്ട് പോലീസുകാർ നിന്നു കൊടുക്കുകയാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം, അതായത് മീറ്റിംഗ് നടത്താനും ഒക്കെ അതിനെല്ലാം പോലീസിനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ വഴി തിരിച്ചുവിടുക, ഇങ്ങോട്ട് വരണ്ട, ഇതിലേ പോകണ്ട, അവിടെ വലിയ പ്രശ്നമാണ്, ഇതിലേ പൊക്കോണം എന്നെല്ലാം പറഞ്ഞ് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക റോഡ് തടയാനായിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും, അത് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആയാലും അല്ലാത്തതിന്റെ ആയാലും ഏതിന്റെ ആയാലും ശരി, ഈ പൊതുനിരത്ത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നാൽ അതിനെയൊക്കെ നോക്കേണ്ടതും ചെറുക്കേണ്ടതും പോലീസാണ്. അതുകൊണ്ട് പോലീസുകാർ നോക്കൂത്തിയായിട്ട് ഇവിടെ മാറുന്നതാണ്. അവർക്കെതിരെ നടപടി വേണ്ടി വരും. പക്ഷെ അവരല്ലല്ലോ ഇതിപ്പോ ഈ പൊതുനിരത്തിൽ ഇത് കൊണ്ട് കെട്ടിയത് പോലീസുകാരല്ല, അവർ അനുവാദം കൊടുത്തില്ല എന്ന് അവർ പറയും. അപ്പൊ അനുവാദം കൊടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിനെ നമുക്ക് അതിനകത്ത് യഥാർത്ഥത്തിൽ പ്രതിപട്ടികയിലോട്ട് നിർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ കെട്ടിയവരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഒക്കെ ഇതിനെ അനുഭവിക്കണം. അതാണ് വേണ്ടത്. ഒറ്റ കാര്യം കൂടെ ശ്രീ ജസ്റ്റിസ് കമൽ പാഷ, ഇതിനകത്ത് പോലീസിനെ പ്രതികൂട്ടിൽ നിർത്തുമ്പോഴും നേരത്തെ വഞ്ചൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് പോലീസിനോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നതടക്കമുള്ള വകുപ്പൊക്കെ ആ കേസിനകത്തുണ്ടായിരുന്നു. അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറിച്ചെന്താണ് പറയാൻ കഴിയുക എന്നൊരു വിഷയം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. ഈ കാര്യം കൂടിയൊക്കെ കോടതിയുടെ പരിഗണനയിലൊക്കെ വരുമോ? അതൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? പിന്നെ അതല്ല, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. കാരണം ഇവിടെ ഇപ്പൊ ഇത് പറയുമ്പോ ഈ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള ഈ ഭരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയാലും ഭരിക്കുന്ന പാർട്ടി അവര് പറയുന്ന കാര്യങ്ങൾ ഈ പോലീസുകാരങ്ങ് കേൾക്കുകയാണ്. ഈ പോലീസ് ആ രീതിയിൽ അതപ്പതിക്കാനുള്ള ഒരു വർഗമല്ലെന്ന് അവർ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ പോലീസുകാർ ആദ്യം ഇത് തിരിച്ചറിയണം. കാരണം ഇതുപോലെ നോക്കൂത്തിയായിട്ട് നിൽക്കാനുള്ളവരല്ല ഞങ്ങൾക്ക് അതായത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല ഒരു സ്വന്തം എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പോലീസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പോലീസുകാർ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെ ചട്ടുവാകുമ്പോൾ ഇതെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, വളരെ നന്ദി. ജസ്റ്റിസ് കമാൽ പാഷയാണ് പ്രതികരിച്ചത്.